മുഹമ്മദ് ആരാണ്? സാധാരണ മനുഷ്യൻ. എന്താ ബിസിനസ്? അങ്ങനെ ഓക്കെ. മാർക്കോ മൂവിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും എക്സ്പെൻസീവ് ആയ ടെക്നീഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പെൻസീവ് ആയ ഒരു സെറ്റ് ഏതായിരുന്നു, എക്സ്പെൻസീവ് ആയ ലൊക്കേഷൻ ഏതായിരിക്കും? നമ്മുടെ സ്വന്തം വണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര പ്രൈസ് പൊസിഷൻ ആയിട്ട് കൊണ്ടുനടക്കുന്നതായിരിക്കുമല്ലോ. ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? 3 ഡിഫൻഡേഴ്സ് ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ മൂന്നാർ വെച്ചിട്ട് വേറൊരു 4 കാഴ്ച വേറെ ആക്സിഡന്റ് ആയിരുന്നു. അതിന്റെ ഒരു ചെറിയ ലൈറ്റ് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ കണക്കുകളാണ്. അപ്പൊ ഈ ആക്സിഡന്റ് ആയതിന് എന്ത് ചെലവ് വന്നിട്ടുണ്ടാവും ഏകദേശം? നമ്മളുടെ സ്വന്തം വണ്ടി ആകുമ്പോൾ അതിന് എന്ത് പറ്റിയാലും നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. അങ്ങനെ മൊത്തം എത്ര ഡിഫൻഡേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും? മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ യൂസ് ചെയ്ത വണ്ടി എന്റെ വണ്ടിയാണ്, 999. സ്വന്തമായിട്ട് എത്ര കാർ ഓൺ ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് 10 years ഒരു 17 കാർസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും എല്ലാ ലക്ഷറി കാർസ്. അപ്പൊ അത് എന്റെ ആഗ്രഹമാണ്. ചിലർ പറയും അത് ദൂർത്തല്ല. ഓൺ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രൈസ് പൊസിഷൻ ഏതാണ്? എന്റെ ഒരു ബെന്റ്ലി ബെന്റേഗ ഉണ്ട്, പിന്നെ ഇപ്പൊ ഒരു ഹമ്മർ EV ദുബായിലുണ്ട്, പിന്നെ ഒരു ടെസ്ല ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഡിഫൻഡർ. അങ്ങനെ ഈ എറണാകുളത്ത് കറങ്ങി നടക്കുന്ന ടെസ്ല ഷെരീഫ് മുഹമ്മദ് അല്ലല്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്റെ ടെസ്ല ദുബായിലുള്ളത്. മോളടക്കം ഇങ്ങനെയുള്ള ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള സീനുകളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വൈഫിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, വൈഫും അതൊരു സിനിമയായിട്ട് കാണുന്നതുകൊണ്ട് അവളും ഭയങ്കര എന്താ പറയാ, എന്റെ മകളാവുമ്പോൾ ഞാൻ നോക്കുന്ന അവളുടെ പെർഫോമൻസ് ആണ്. അത് സ്ക്രീനിൽ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് ഞാൻ നോക്കുന്നത്. അപ്പൊ അത് നന്നായി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. 18+കാർക്ക് മാത്രമേ ഈ സിനിമ കാണാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സിനിമയിൽ അഭിനയിച്ച കുട്ടികൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, എന്റെ മക്കൾ കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. ലോ പ്രകാരം കാണാൻ പാടില്ല, തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാൻ പാടുള്ളൂ. ഞാൻ തന്നെ ലോ ബ്രേക്ക് ചെയ്യുന്ന ശരിയല്ലോ. ഡെപ്സി വിവാദം ഉണ്ടായപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ പ്രൊഡ്യൂസറുടെ മനസ്സ് വേദനിച്ചോന്ന് ചോദിക്കുകയായിരുന്നു. 100%. ആക്ച്വലി ഇത് ഇവിടെ മലയാള സിനിമയിൽ നടന്നിട്ടുള്ളതാണ്. ഒരു മമ്മൂക്ക പടത്തിന്റെ ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. യേശുദാസിനെ പോലത്തെ വലിയൊരാളെ ഒരു പാട്ടിന് മാറ്റിയിട്ടുണ്ട്. പുഷ്പയിലെ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ടുണ്ട്. റവന്യൂ പാർട്ട് ഡബിൾ ഹാപ്പി ആണോ, ട്രിപ്പിൾ ഹാപ്പി ആണോ, 4 times ഹാപ്പി ആണോ? എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ? ഇപ്പൊ ഞാൻ ഡബിൾ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഞാൻ ട്രിപ്പിൾ ഹാപ്പി ആവാൻ ചാൻസ് ഉണ്ട്. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മലയാള സിനിമാ പ്രേക്ഷകരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യ എമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദ മോസ്റ്റ് വയലന്റ് ഫിലിം മാർക്കോ. അപ്പോൾ ഒറ്റ സിനിമയിലൂടെ, മാർക്കോയിലൂടെ സെലിബ്രിറ്റി ആയി മാറിയ പ്രൊഡ്യൂസറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഷെരീഫ് മുഹമ്മദ്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. താങ്ക് യു. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ഈ മലയാള സിനിമയിലെ ഈ പ്രൊഡ്യൂസേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റൻ ചേട്ടൻ മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാതെ സെലിബ്രിറ്റി ആയി മാറിയത്. അതിനുശേഷം ഞങ്ങൾ കണ്ട മറ്റൊരു സെലിബ്രിറ്റി പ്രൊഡ്യൂസർ, അതും ആദ്യ പടത്തിലൂടെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സത്യത്തിൽ എവിടെയെങ്കിലും വിചാരിച്ചിരുന്നോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യമാണോ? സത്യമായിട്ടും. അപ്പൊ ഈ ആദ്യത്തെ പടം എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സൂപ്പർ ഹിറ്റ് ആവുന്നു. കാരണം കഥയെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ട്. എല്ലാ പ്രൊഡ്യൂസേഴ്സും മൂവി എടുക്കുമ്പോൾ അത് ഹിറ്റ് ആവുന്ന പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്താലാണ് ഉള്ളത് സക്സസ് ആവുന്നത്. അപ്പോ ഞാനതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇപ്പൊ സക്സസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ആക്ച്വലി ഇത്രയും നല്ല ഫിസിക്കുള്ള, കാണാൻ നല്ല സുന്ദരനായ ഒരു പ്രൊഡ്യൂസർ എന്തുകൊണ്ട് ആ സിനിമയിൽ ഒരു റോള് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ സംശയം. അഭിനയിക്കാൻ അറിയണ്ടേ? പക്ഷെ ചേട്ടന്റെ ഫാമിലിയിൽ എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാമെന്ന് മനസ്സിലായി. മക്കൾക്ക് ഇഷ്ടമാണ്, പിന്നെ വൈഫിനും ഇഷ്ടമാണ്. അത് ശരി. വൈഫിന് ഒരു റോള് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വൈഫ് പ്രഗ്നന്റ് ആണ്. നമ്മുടെ സ്വന്തം വണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കര പ്രൈസ് പൊസിഷൻ ആയിട്ട് കൊണ്ടുനടക്കുന്നതായിരിക്കുമല്ലോ. അങ്ങനെ ഒരു വണ്ടി ഓക്കെ ഈ സിനിമയിൽ എടുത്തോട്ടെ എന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചിന്തിച്ചത് എന്തുകൊണ്ട്? നമ്മളുടെ സ്വന്തം വണ്ടി ആകുമ്പോൾ അതിന് എന്ത് പറ്റിയാലും നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. വേറൊരാളുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയണ്ടല്ലോ. അതുകൊണ്ട് തന്നെയായിരുന്നു. ആ വണ്ടി, ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. ഒരു 3 വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. 3 വണ്ടിയല്ല, 3 ഡിഫൻഡേഴ്സ് ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ മൂന്നാർ വെച്ചിട്ട് വേറൊരു 4 കാഴ്ച വേറെ ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ 4 കാഴ്ച പുറത്തത്തെ വേറെ വണ്ടിയായിരുന്നു. പിന്നെ ഈ 3 ഡിഫൻഡേഴ്സ് എൻ്റെ ഫ്രണ്ട്സിന്റെ വണ്ടിയായിരുന്നു. നമ്മൾ കേട്ടേക്കുന്നത് അതിന്റെ ഒരു ചെറിയ ലൈറ്റ് പോയി കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ കണക്കുകളാണ്. അപ്പൊ ഈ ആക്സിഡന്റ് ആയതിന് എന്ത് ചെലവ് വന്നിട്ടുണ്ടാവും ഏകദേശം? അങ്ങനെ ഞാൻ കണക്ക് പറയുന്നത് ശരിയല്ല. പക്ഷെ എല്ലാം ഇങ്ങനെ ഡിഫൻഡേഴ്സ് മതി, ഒരു ഡിഫൻഡേഴ്സ് മേള നടത്താമെന്ന്. അല്ല, ആക്ച്വലി ഉണ്ണി ഉപയോഗിച്ച മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ യൂസ് ചെയ്ത വണ്ടി എൻ്റെ വണ്ടിയാണ്, 999. അപ്പോൾ ആ കാർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ ഹനീഫാണ് പറഞ്ഞത് കാഴ്സ് എത്രത്തോളം ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ആവുന്ന ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞു. പിന്നെ ഡിഫൻഡേഴ്സ് നമ്മളുടെ പരിചയത്തിലുള്ളവരുടെ വിളിച്ചു, അവരെല്ലാവരും തന്നു. പിന്നെ ഹനീഫിന് പിന്നെയും വണ്ടികൾ ആവശ്യമായിരുന്നു. പിന്നെ എനിക്കും ഇഷ്ടമാണ് വെച്ചാൽ ഞാൻ അത്യാവശ്യം വണ്ടി പ്രാന്തന. അപ്പോൾ വണ്ടികൾ നമ്മളെ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതും
അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി കൂടുതൽ വണ്ടികൾ അറേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം എത്ര ഡിഫൻഡേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും? അങ്ങനെ എണ്ണാൻ പറ്റില്ല, കാരണം നമ്മൾ പൂജ സെറമണി തൊട്ടിട്ട് നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൂജ സെറമണിക്ക് എനിക്ക് തോന്നുന്നു ഒരു 10ഓളം ഡിഫൻഡറുകൾ ഉണ്ടായിരുന്നു. അതെ, പിന്നെ സിനിമയിൽ എനിക്ക് തോന്നുന്നു അധികം ഡിഫൻഡേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. അതെ, ഈ പ്രൊഡ്യൂസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷരീഫ് മുഹമ്മദ് ആരാണ്? സാധാരണ ഒരു മനുഷ്യൻ. എന്താ ബിസിനസ്? അങ്ങനെ ഓക്കെ, ബിസിനസ് എനിക്ക് ലോജിസ്റ്റിക്സ് ആണ്, പിന്നെ ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുട്ടി കമ്പനീസ്, കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന സ്റ്റാറിനെ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയ സിനിമയാണ് മാർക്കോ. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഒരു നടനിൽ വിശ്വസിച്ച്, ഒരു സംവിധായകനിൽ വിശ്വസിച്ച് ആദ്യമായിട്ട് ഇറങ്ങുന്ന സിനിമ ഇത്രയും വലിയ ബിഗ് ബജറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് എവിടെന്നാ വന്നത്? ആക്ച്വലി നമ്മൾ ഈ സിനിമ ഒരു ബിഗ് ബജറ്റ് എന്നുള്ള രീതിയിലല്ല ഈ മൂവി നമ്മൾ കഥ കേട്ട് തുടങ്ങിയത്. പിന്നീട് സിനിമയ്ക്ക് ആവശ്യമായി വന്നപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ബഡ്ജറ്റ് കൂട്ടി. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞതിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനും ഒരു കാരണക്കാരനാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് കൂടാൻ. കാരണം രവി ബസ്റിനെ പോലെ മ്യൂസിക് ഡയറക്ടർ വേണമെന്ന് എൻ്റെ ഒരു നിർബന്ധം കൂടിയായിരുന്നു. അവരുടെ ആവശ്യം എൻ്റെ നിർബന്ധമായിരുന്നു. അപ്പോൾ സാറിനെ പോലത്തെ ആൾക്കാർ മലയാളത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. പക്ഷെ പുള്ളിക്ക് പറ്റുന്ന രീതിയിലുള്ള ലിമിറ്റേഷനിൽ പറ്റുന്ന രീതിയിൽ പുള്ളി നമുക്ക് ചെയ്തു തരികയും ചെയ്തു. കുറച്ച് ബഡ്ജറ്റ് അതിൽ കൂടുകയും ചെയ്തു. അത് മാത്രമല്ല, ബഡ്ജറ്റ് ബാക്കിയുള്ളതിലും കൂടിയിട്ടുണ്ട്, സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ. നമുക്ക് സിനിമയുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്താണെന്ന് നമുക്കറിയാം. റവന്യൂ പാർട്ട് ഡബിൾ ഹാപ്പിയാണോ, ട്രിപ്പിൾ ഹാപ്പിയാണോ, 4 times ഹാപ്പിയാണോ? എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ? ഇപ്പൊ ഞാൻ ഡബിൾ ഹാപ്പിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഞാൻ ട്രിപ്പിൾ ഹാപ്പി ആവാൻ ചാൻസ് ഉണ്ട്. വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ. അതെ അതെ, റവന്യൂ സൈഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കയറി തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് 6th അല്ലേ, ഇന്ന് എനിക്ക് തോന്നുന്നു 350 സ്ക്രീനോളം ആഡ് ആവാണ് ഹിന്ദിയിൽ. പിന്നെ 1st of January നമ്മൾ തെലുഗു റിലീസ് ചെയ്യാണ്, പിന്നെ 3rd തമിഴ് റിലീസ് ചെയ്യാണ്. സാധാരണ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് എല്ലാവരോടും നമ്മൾ ചോദിക്കാറുണ്ടോ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടോന്ന്? ഇപ്പൊ ഈ ടെൻഷൻ കൊണ്ട്, ഇപ്പൊ സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ഇപ്പോഴും ടെൻഷനുണ്ട്, ടെൻഷൻ മാറിയിട്ടില്ലല്ലോ. കാരണം നമ്മളൊരു സത്യത്തിൽ സിനിമയിൽ ഒരു ടാർജറ്റ് ഉണ്ടാവില്ല, പക്ഷെ സിനിമ സക്സസ് ആയപ്പോൾ നമുക്കൊരു ടാർജറ്റ് നമ്മളെ മനസ്സിൽ തോന്നി തുടങ്ങി. അപ്പൊ അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഈ സിനിമ മോളടക്കം ഇങ്ങനെയുള്ള ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള സീനുകളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ, അല്ലെങ്കിൽ അങ്ങനത്തെ സീനുകളിൽ കണ്ടപ്പോ വൈഫിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, വൈഫും അതൊരു സിനിമയായിട്ട് കാണുന്നതുകൊണ്ട് അവളും ഭയങ്കര എന്താ പറയാ, അതൊരു വിഷമത്തോടെ നിന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു ആക്ടിങ് സംഭവം. കാരണം അവിടെ ഭയങ്കര ലൊക്കേഷനിൽ ഭയങ്കര ജോളിയായിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പി. എൻ്റെ മകളുടെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിലൊക്കെ അവള് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു, മക്കള് ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. അത് ശരിയാ, ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മളിത് ഭയങ്കര ചില്ലായിട്ട് എടുക്കും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ, ഇതിപ്പോൾ ഞാൻ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ ഞാൻ കുറേ തവണ പറയുന്നുണ്ട്, ഇത് വെറും ഒരു സിനിമയാണ്, ഇതൊരു സിനിമയാണ്, ഇതൊന്നും റിയൽ അല്ല എന്ന്. എന്നിരുന്നാൽ പോലും നമുക്ക് പല രംഗങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അത് കണ്ണടച്ചു പോവാണ്. എൻ്റെ മകളാകുമ്പോൾ ഞാൻ നോക്കുന്ന അവളുടെ പെർഫോമൻസ് ആണ്, അത് സ്ക്രീനിൽ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് ഞാൻ നോക്കുന്നത്. അപ്പൊ അത് നന്നായി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളെ മകൾ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സിനിമയിൽ നമുക്ക് അത് പെർഫോമൻസ് ആണല്ലോ നോക്കുന്നത്. കാരണം ഇപ്പൊ സിനിമയിൽ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, ഷൂർജിൽ കല്യാണമല്ലല്ലോ നടക്കുന്നത്, പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് മറ്റേ ഹീറോ വന്ന് പോലീസുകാരെ അടിക്കുന്നുണ്ട്, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അത് സിനിമയാണ്, അത്രേ ഉള്ളൂ. 18+ മാത്രമേ ഈ സിനിമ കാണാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ആ പിള്ളേരെ സെറ്റിന് മുഴുവൻ എന്തായാലും സിനിമ കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് നമ്മൾ സെൻസർ എന്താണോ, സെൻസർ ഓഫീസർ എന്താണോ പറയുന്നത്, നമുക്ക് അത് ആക്സെപ്റ്റ് അല്ല. എന്നാലും നമ്മുടെ സിനിമയിൽ അഭിനയിച്ച കുട്ടികൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇതുവരെ വന്നിട്ടില്ല, അപ്പൊ അവർക്ക് കാണാം. നിലവിലിപ്പോ ഇല്ല, എന്റെ മക്കൾ കണ്ടിട്ടില്ല. ശരിക്കും സത്യസന്ധമായിട്ട് ഈ സിനിമ നമ്മൾ സെൻസറിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയും വലിയ ഹിറ്റിലേക്കാണ് പോകുന്നതെന്നുള്ളത് എവിടെയെങ്കിലും ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഹിന്റ് ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഷോ കാണില്ല എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഓഡിയൻസിന്റെ റിയാക്ഷനാണ് ഞാൻ നോക്കിയത്. ആ റിയാക്ഷനിൽ എനിക്ക് മനസ്സിലായി രക്ഷപ്പെട്ടു. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇപ്പൊ ആക്ച്വലി നമ്മള് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു 12 പ്രാവശ്യം ഈ മൂവി കണ്ടതാ. കാരണം വെച്ചാൽ നമ്മൾ റീൽ വൈസ് നമ്മൾ കാണുമല്ലോ, ഓരോ റീൽ കറക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സിനിമ ലാസ്റ്റിലേക്ക് എൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഒക്കെ തെറ്റാം. ഞാൻ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല, പക്ഷെ നമുക്കൊരു നോർമൽ ഒരു സിനിമ കാണുന്ന ജഡ്ജ്മെന്റ് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് നോക്കിയിരുന്നത് ഓഡിയൻസിന്റെ റിയാക്ഷൻ ആയിരുന്നു. അപ്പൊ അവര് ഹാപ്പിയാണ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി. ഇത്രയൊരു ഭീകരത ആക്ച്വലി ആ സിനിമ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഊഹിച്ചായിരുന്നു?
അല്ല ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം നമ്മൾ മാർക്കറ്റിൽ ഈ പ്രൊജക്ട് പിച്ച് ചെയ്ത് തന്നെ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം എന്നാണ്. പക്ഷേ ഇപ്പോൾ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ ഇന്ത്യ എന്നുള്ളൊരു ടാഗ് ലൈൻ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഹനീഫിന്റെ വിഷൻ, ഉണ്ണിയുടെ എക്സിക്യൂഷൻ എല്ലാം കൂടി വന്നപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ഇതൊരു വയലൻസ് എന്തായാലും താഴ്ന്നു പോവില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്ത സാധനം അതേപോലെ തന്നെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നില്ലെങ്കിൽ ഈ പറയുന്ന ഓഡിയൻസ് തന്നെ നമ്മളെ ചീത്ത വിളിച്ചായിരുന്നു. അതെ അതെ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക, പറഞ്ഞത് പാലിക്കാൻ ട്രൈ ചെയ്യാം, പിന്നെ കിട്ടുമ്പോഴുള്ള സന്തോഷം വേറെ. അതെ. വൈഫ് കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരിക്കും പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആദ്യമായിട്ട് ഈ സിനിമ പൂർണ്ണമായിട്ട് പാക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞത്? വൈഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വൈഫ് കരയായിരുന്നു, സന്തോഷം കൊണ്ട് കരയായിരുന്നു. അതെ, കാരണം അവളൊരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു സക്സസ് കിട്ടുമെന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയില്ല, കാരണം അവർ അവിടെ ആയിരുന്നല്ലോ. ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്, കാരണം 7th month കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി നാളെ ട്രാവൽ ചെയ്യാണ് അവരായിട്ട് സിനിമ കാണാനായിട്ട്, തിരിച്ചു പോവാണ് അങ്ങോട്ട്. അതെ. പക്ഷെ മലയാളികൾ ഇത്രമാത്രം വയലൻസിനെ സ്വീകരിക്കുമോ ഇല്ലയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെ വയലൻസ് അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് സിനിമയാണ്. അപ്പൊ സിനിമയിൽ നമ്മൾ പല ജോണർ മൂവീസും കാണാറുണ്ട്. അപ്പൊ എല്ലാ ജോണർ മൂവീസും ഇവിടെ ഹിറ്റാണ്. കാരണം ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ മലയാള സിനിമയിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെടുക്കുന്ന റിസ്കിൽ എല്ലാവരും സക്സസ് ആവാറുണ്ട്. അപ്പൊ ആ സക്സസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ കളക്ഷൻ എല്ലാവരും ചോദിക്കും, കളക്ഷൻ കുറയോ A സർട്ടിഫൈഡ് മൂവി ആകുമ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്ന വെച്ചാല് നമ്മൾ ഈ മാർക്കറ്റ് സ്റ്റഡി സിനിമയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നാലും ഞാൻ ചിന്തിച്ചു വെച്ചാൽ ഈ കോളേജ് സ്റ്റുഡൻസ്, ഈ സ്റ്റുഡൻസിന്റെ ഒരു കൗണ്ട് എടുത്ത് നോക്കിയാൽ അവരുടെ റിപ്പീറ്റഡ് വാച്ച് വരുമ്പോൾ തന്നെ മൂവി എനിക്കൊരു ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് എത്തും. പിന്നെ പതിയെ സിനിമയ്ക്ക് ഫാമിലി കയറും നമുക്കൊരു വിശ്വാസമാണ്. കാരണം ഈ സിനിമയുടെ കണ്ടന്റ് ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് ഫാമിലി പതിയെ ഈ സിനിമയിലേക്ക് വരും എന്നുള്ള വിശ്വാസം ഉണ്ട്. നമ്മൾ ബാലൻസ് ചെയ്തിട്ട് പോവാം. എന്റെ മനസ്സിലുള്ള ഒരു ടാർഗറ്റ് വെച്ചാൽ 75-25 യൂത്ത്, 25 ഫാമിലി. ഈ ഒരു ടാർഗറ്റ് ആയിരുന്നു മനസ്സിലായത്. എനിക്ക് തോന്നുന്നു അത് നേരെ മറിച്ച് 60-40 എത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ വീടിരുന്നു. അതായത് സിലിണ്ടർ, ഗ്യാസ് കുറ്റിയെ പ്രണയിച്ചവൻ, കുട്ടികൾക്ക് ഇങ്ങനെ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും ഒരു പേര് കിട്ടിയിട്ടുണ്ടോ? അയ്യോ, ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങളായിട്ട് തരരുത് അല്ലെ, ഇങ്ങനെ വയലൻസിനെ പ്രണയിച്ചവൻ അങ്ങനെ എന്തെങ്കിലും? അയ്യോ, ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ ഡയറക്ടർ കണ്ടു കഴിഞ്ഞാൽ ഒരു പച്ചപാവ മനുഷ്യനാ. ഒരിക്കലും പറയില്ല ഈ സിനിമ അദ്ദേഹമാണ് ഡയറക്ട് ചെയ്തെന്ന് ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹത്തിന്റെ വിഷനാണ് എന്താ പറയാ എക്സ്ട്രാ ഓർഡിനറി. പുള്ളിയുടെ ക്യാരക്ടർ വളരെ സാധാരണക്കാരൻ ക്യാരക്ടറാണ്. ഒരു സിനിമ ഇറങ്ങുമ്പോഴേ സാധാരണ നമ്മളിപ്പോ പ്രത്യേകിച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും സിനിമ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു ഭയങ്കര ഓവർ ഹൈപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് പ്രൊമോഷണൽ ഇന്റർവ്യൂസ് കൊടുക്കും, ഒരുപാട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യും. ഇതൊന്നും ചെയ്യാതെ ഇറങ്ങിയ ഒരു സിനിമയാണ് മാർക്കോ. അത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്, കണ്ടന്റ് ക്വാളിറ്റിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം നമ്മൾ ആകെ ചെയ്തത് ഇനീഷ്യൽ ലെവലില് പൂജാ സെറിമണിക്ക് ഒരു വീഡിയോ അവിടെ തുടങ്ങിയതാണ് നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആകെ ഒരു ടീസറാണ് വിട്ടത്. ആ ടീസറിൽ ഒരു ക്വാളിറ്റി ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് മുൻപ് വന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരെ ആ പോസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു സിനിമയുടെ ക്വാളിറ്റി എന്താന്നുള്ളത്. അപ്പൊ ആ സിനിമയുടെ ക്വാളിറ്റിയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തത്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ, കാരണം ഏറ്റവും അധികം റിസ്ക് എടുക്കുന്ന ആളാണല്ലോ പ്രൊഡ്യൂസർ, അപ്പൊ ആ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രൊമോഷൻസ് ചെയ്യണം. അല്ല, അത് ആ തീരുമാനം എടുത്താൽ ഞാനാണല്ലോ. അത് വേണ്ടെന്നുള്ള തീരുമാനം എടുത്താൽ ഞാനാണോ? അത് തീർച്ചയായിട്ടും. അത് ആക്ച്വലി വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പോ അതിലൊരു നെഗറ്റീവ് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്. കാരണം മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കും ഇന്റർവ്യൂസിൽ. പക്ഷെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിയാൽ ആരും വിടയില്ല. ഈ ടെൻഷനും എനിക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മള് സിനിമ ഹിറ്റായതിനു ശേഷം നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂ ചാൻസസ് എല്ലാതും ആഫ്റ്റർ റിലീസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായ റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. അതായത് പോയാൽ ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അവിടേക്ക് ഇറങ്ങാമെന്ന് തോന്നിച്ചത് എന്തായിരിക്കും? സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. പിന്നീട് നമുക്ക് കുറച്ച് സുഹൃത്തുക്കൾ വഴി നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡില് മാക്സിമം റവന്യൂ പ്രോഫിറ്റ് വന്നാൽ, അപ്പൊ അതൊരു ആക്ച്വലി നമ്മളൊരു ബേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം സിനിമയല്ല, ബാക്കിയുള്ള ബിസിനസ്സിൽ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ റിസ്ക് കൂടുതലായിരിക്കും. അപ്പൊ ചിലപ്പോൾ കൂടുതൽ പോവാം. പക്ഷെ ആ റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷൻ ആണ് എനിക്ക് തോന്നി. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി. ബിസിനസ്സിനോ അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കുകൾക്കൊക്കെ ഒരു റോൾ മോഡൽ ഉണ്ടോ? ബിസിനസ്സിലല്ല, എന്റെ ലൈഫിലും റോൾ മോഡൽ എന്റെ ഉമ്മയാണ്.
ആണ്. കാരണം എൻ്റെ ഫാദർ എന്ന് പറയാത്ത എൻ്റെ ഫാദറിനെ ഞാൻ അങ്ങനെ കണ്ട് എനിക്ക് ഓർമ്മകളിലില്ല. കാരണം എനിക്ക് 6 വയസ്സിലപ്പോൾ എൻ്റെ ഫാദർ മരണപ്പെട്ടാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഉമ്മ വേറൊരു കല്യാണം കഴിക്കാതെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ആ സ്ട്രെങ്ത്താണ് എന്നെ ഇപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിന് 3 സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 3 സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്റർ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇല്ല, എൻ്റെ ഫാദർ മരണപ്പെട്ടിരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പാർട്ടീഷൻ വന്നപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു അവർക്ക് ഇന്ന പാട്ട് വേണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ എൻ്റെ കസിൻസ്, എൻ്റെ ഫാദറിൻ്റെ കസിൻ ബ്രദേഴ്സ് എല്ലാവരും വന്നിട്ട് എൻ്റെ ഉമ്മയോട് പറഞ്ഞു അല്ല ആ ഭാഗം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് കൊടുത്തേക്ക്, കാരണം എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് പോയി, അതിന് വലിയ സ്വത്തൊന്നും അല്ലത്. അപ്പം എൻ്റെ ഉമ്മ എല്ലാം എന്ത് പോയാലും പിന്നീട് നേടിയെടുക്കാമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഉമ്മക്ക്. വെച്ചാൽ ഇതൊന്നും അല്ല നമ്മൾ തളർത്തും, നമുക്ക് മുന്നോട്ട് പോകാം, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു തൻ്റെ ഇടമുണ്ടല്ലോ, ഒരു ധൈര്യം. ആ ധൈര്യം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമല്ല എനിക്ക് അങ്ങനെ ടെൻഷൻ ആവാറില്ല. ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ഞാൻ അപ്പോഴും കൂടുതൽ വാശി കയറിയിട്ട് അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നത്. കാരണം ഉമ്മ എന്നെ പഠിപ്പിച്ചതാണ്. കാരണം ഒന്നും പഠിപ്പിച്ചതല്ല, ഉമ്മ ചെയ്തത് കണ്ടു വളർന്ന ഞാനതാണ്. മനസ്സിലായി. ഒരു വലിയ കാർ എന്തൂസിയാസ്റ്റ് ആണെന്ന് അറിയാം. ഭയങ്കരമായിട്ട് ആ കാര്യത്തിൽ വളരെ പാഷനേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് എത്ര കാർ ഓൺ ചെയ്യുന്നുണ്ട്? 4 കാറുണ്ട്. 4 കാറ്? സത്യത്തിൽ 4ആണോ അതോ കൂടുതൽ? ഇപ്പൊ 4 ഉണ്ട്. ഞാനതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആക്ച്വലി ഞങ്ങള് എൻ്റെ വീട് തളിക്കുളമാണ്, തൃശ്ശൂര് തളിക്കുളം. ഞാൻ വളരെ നാട്ടും പ്രദേശമാണ്, വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ആ നാട്ടുപ്രദേശത്ത് ആ സമയത്തൊന്നും വലിയ ലക്ഷറി കാസ് ഒന്നും പോകില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് നിൽക്കുമ്പോൾ പറയാറുണ്ട് നമുക്കൊക്കെ എടുക്കാൻ പറ്റുമോ, ഇതൊക്കെ നമുക്ക് പറ്റില്ല അല്ലേ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നമ്മുടെ ലൈഫിൽ സക്സസ് ആയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് ആദ്യം ചെയ്ത് കാണിക്കാനുള്ളത്. എന്നോട് എല്ലാവരും പറയും ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവ് ചെയ്യണോ? ഞാൻ പറഞ്ഞ അനാവശ്യമല്ല, അതെൻ്റെ ആവശ്യമാണ്. കാരണം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ലാസ്റ്റ് 10 years ഒരു 17 കാർസ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അതും എല്ലാം ലക്ഷറി കാർസ്. അപ്പോൾ അത് എൻ്റെ ആഗ്രഹമാണ്. ചിലർ പറയും അത് ദൂർത്തല്ല, എൻ്റെ എന്താണ് ഞാൻ ആഗ്രഹിച്ചത് അത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടിച്ചിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഓൺ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രൈസ്ഡ് പൊസിഷൻ ഏതാണ്? പക്ഷേ അങ്ങനെയൊക്കെ പറയണോ? അല്ല, അറിയാനുള്ളൊരു ആഗ്രഹം. എൻ്റെ ഒരു ബെന്റ്ലി ബെന്റേഗ ഉണ്ട്, പിന്നെ ഇപ്പൊ ഒരു ഹമ്മർ EV ദുബായിലുണ്ട്, പിന്നെ ഒരു ടെസ്ല ഉണ്ട് അവിടെ, പിന്നെ ഇവിടെ ഒരു ഡിഫൻഡർ. അങ്ങനെ ഈ എറണാകുളത്ത് കറങ്ങി നടക്കുന്ന ടെസ്ല ഷെരീഫ് മുഹമ്മദ്? അല്ലല്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എന്റെ ടെസ്ല ദുബായിലുള്ളത്. അതെ 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 അതെ. ആദ്യമായി നമുക്ക് കിട്ടിയ ഒരു ബിസിനസിന്റെ ഒരു പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്തത് എന്തായിരിക്കും? ഞാനത് ഒരു പബ്ലിക്കിൽ പറയുന്ന കാര്യമില്ല, ഞാനതൊരു മറ്റുള്ളവർക്ക് അത് ചെയ്യുകയാണെങ്കിൽ എനിക്കും കൂടി അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് പറയാണ്. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇത്ര % എപ്പോഴും ഒരു ചാരിറ്റി ചെയ്യാറുണ്ട്. അത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഒരു ഫംഗ്ഷൻ വെക്കുകയാണെങ്കിൽ ഞാനൊരു ആ ചിലവാക്കുന്നൊരു എമൗണ്ട് ഉണ്ട്, അതിൻ്റെ ഒരു % ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ വരുമ്പോഴും അതനുസരിച്ചിട്ട് ഇപ്പുറത്ത് ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ഈ ദാനം ആപത്തിന് തടയുമെന്ന് പറയും. അപ്പോൾ എന്നെ നിർത്തുന്നത് തന്നെ ആ ഒരു സിറ്റുവേഷൻ. ഇത് എൻ്റെ ക്വാളിറ്റി അല്ല കേട്ടോ, എൻ്റെ ഉമ്മ ചെയ്തു വെച്ചത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഉമ്മയാണോ അത് പഠിപ്പിച്ചത്? 100%. കാരണം അതിൽ ഏറ്റവും വലിയ തെളിവെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നമ്മളെ വീട്ടിൽ ഇങ്ങനെ മുസ്ലിംസ് ആയതുകൊണ്ട് ദിക്ർ അങ്ങനെ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഒരു ഫസ്റ്റ് 40 days കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം വരുന്ന അവിടുത്തെ ഉസ്താദുമാർ പറയും ഷെരീഫിൻ്റെ ഉമ്മയായിരുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നത്, ഷെരീഫിൻ്റെ ഉമ്മ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം നോക്കിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിയാതെയാണ് എൻ്റെ ഉമ്മ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഉമ്മാക്ക് കൊടുക്കുന്ന പൈസ ഉമ്മാക്ക് തികയില്ലായിരുന്നു. അപ്പോൾ തികയാത്തതിൻ്റെ കാരണം മനസ്സിലായത് ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലായത്. അതെ. അപ്പോൾ ആ ഉമ്മ ചെയ്തെന്താണോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ക്വാളിറ്റി ഒന്നുമില്ല. ഉമ്മയുടെ ക്വാളിറ്റി എന്താണോ അത് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ മാർക്കോ മൂവിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയ ടെക്നീഷ്യൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? രവി ബസു സാറായിരുന്നു, സംശയമില്ല. മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. ഒരു സംശയം അതിലെ 3-4 തവണ അങ്ങനെ എംഫസൈസ് ചെയ്ത് പറയണ അല്ല അത്. പക്ഷെ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. അനാവശ്യമായിട്ടല്ല രവി ബസു സാറിന് അത്രയും നമ്മൾ ഫണ്ട് പമ്പ് ചെയ്ത്. കാരണം അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മൂവി കണ്ടാൽ മനസ്സിലാവും. അതെ അതെ അതെ. ഇനി ഈ ഡെപ്സി വിവാദം ഉണ്ടായപ്പോ അദ്ദേഹത്തെ കൊണ്ട് പാടിച്ചത് പ്രൊഡ്യൂസർ ആണെന്നുള്ള ഒരു ടാഗ് ലൈൻ ഞാൻ എവിടെയോ കണ്ടു. ഞാൻ പാടിപ്പിച്ചു എന്നല്ല, സജസ്റ്റ് ചെയ്ത് ഞാനാണ്. ഞാൻ പറഞ്ഞു ഡാപ്സി കൊണ്ട് പാടിപ്പിച്ച നമ്മളൊരു
പ്രൊമോഷണൽ സോങ് ആയിരുന്നു പ്ലാൻ ചെയ്ത്. പിന്നീടാണ് ഈ സോങ് വന്നപ്പോൾ അത് ഡാപ്സി കൊണ്ട് പാടിപ്പിക്കുക. അതൊക്കെ തീരുമാനം എടുക്കുന്നത് അവരാണ് കേട്ടോ, ഞാനല്ല. പക്ഷെ സജഷൻ കൊടുത്തത് ഞാനാണ്. ഇപ്പോൾ ബേബി ജീനായാലും ഞാനാണ് സജഷൻ കൊടുത്തത്, കാരണം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അല്ല, അതിനുശേഷം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ പ്രൊഡ്യൂസറുടെ മനസ്സ് വേദനിച്ചോന്ന് ചോദിക്കുകയായിരുന്നു. 100%. അതായത് ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. അപ്പോൾ ഞാനും ഉണ്ണിയുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സോങ് ഇറങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരുന്നിരുന്നത്. കാരണം നമ്മളത് ഹിറ്റ് സോങ് ആണെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കുന്നത്. കാരണം ഡാപ്സി പാടുന്നു, സാറിന്റെ രവിസൂർ സാറിന്റെ ഫസ്റ്റ് സോങ്. അപ്പൊ അതൊരു ഷുവർ ഷോട്ട് ഹിറ്റ്, ഈ പ്രതീക്ഷ ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് നെഗറ്റീവിലേക്ക് പോകുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പൊസിഷനിൽ ഡാപ്സിയുടെ ഭാഗങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇറക്കില്ലല്ലോ. നമ്മൾ ഇതായി. പിന്നെ കൂടുതൽ നെഗറ്റീവ് വന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു എന്ത് ചെയ്യും, നമ്മൾ അടുത്ത സോങ് ഇറങ്ങുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. പിന്നീടൊരു സിറ്റുവേഷനിലാണ് ചിന്തിച്ചത്, ഇനിയിപ്പോൾ അടുത്ത സോങ് ഇറങ്ങി ഹിറ്റായാലും ഈ ഒരു നെഗറ്റിവിറ്റി അവിടെ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു തോട്ടായിരുന്നു അവര് ഇങ്ങനെ കുറച്ച് നെയിം പറയുന്നത്. കാരണം അത് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ട് അവർ പറയുന്നത്. അപ്പോൾ സാറിനോട് പറഞ്ഞു നമുക്ക് സന്തോഷം എങ്കിനെ കൊണ്ട് തന്നെ ഒരു പാട്ട് പാടിപ്പിച്ച് തരാൻ പറ്റും. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി നേരെ ട്രാക്ക് പാടിയെടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് അയച്ചു തന്നു. നെക്സ്റ്റ് ഡേ അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ആയതിനു ശേഷമാണ് ഇത് വിടുന്നത്. അപ്പോൾ പിന്നെ രണ്ട് കൽപ്പിച്ച് ഞാൻ ഉണ്ണിയും കൂടി പറഞ്ഞു നമുക്ക് എന്നെ ഇറക്കുക, വേറെ ഒന്നും നോക്കണ്ട. എന്നെ ഇറക്കി ഇതായി. സത്യത്തിൽ അത് ഗതികെട്ടൻ്റെ ഒരു ഓതനായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് ഗതികെട്ടിരിക്കുകയായിരുന്നു. കാരണം നല്ല ഒരു പോസിറ്റീവ് മൂഡിലിരിക്കുന്ന സിനിമയായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് സിനിമയ്ക്ക് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പലരും പറഞ്ഞു അങ്ങനെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ സിനിമ ആരും അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ല. ഓൾറെഡി മാർക്കോ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഒരിക്കലും നമ്മളൊരു സാധനം നെഗറ്റീവ് ആക്കാനായിട്ട് ഒരാളും ശ്രമിക്കില്ല. പിന്നെ ഒന്നാമത് എനിക്ക് നെഗറ്റീവ് മാർക്കറ്റിങ്ങിനോട് താല്പര്യമില്ല. പക്ഷെ അത് ആൾക്കാർ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തത്. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെയാണെങ്കിൽ ഡബ്സിയോട് തന്നെ നേരിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമോ? അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് ഡാപ്സിയോട് നമ്മൾ ഇതിനൊക്കെ ശേഷം സംസാരിക്കാമെന്നുള്ള ഡാപ്സിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇതിനൊക്കെ ശേഷം ആക്ച്വലി ഇത് ഇവിടെ മലയാള സിനിമയിൽ നടന്നിട്ടുള്ളതാണ്. ഒരു മമ്മൂക്ക പടത്തിന്റെ ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്, സിനിമയുടെ ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ മാറിയിട്ടുണ്ട്. പിന്നെ യേശുദാസിനെ പോലത്തെ വലിയൊരാളെ ഒരു പാട്ടിന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് പുഷ്പയിലെ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ പ്രാക്ടീസ് ആയിട്ടുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് പുതുതായിട്ടൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെടുത്തപ്പോൾ അതൊരു പുതിയൊരു സംഭവമായിട്ട് വന്നു. അതിനൊരു പോസിറ്റീവ് വശം വന്നു, നെഗറ്റീവ് വശവും വന്നു. പക്ഷെ രണ്ടും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നിലവിലെല്ലാം കറങ്ങി തിരിഞ്ഞപ്പോൾ മൊത്തത്തിൽ പോസിറ്റീവ് ആണ്, കുഴപ്പമില്ല, സന്തോഷം. സിനിമയുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഒരു സെറ്റ് ഏതായിരുന്നായിരിക്കും? എക്സ്പെൻസീവായ സെറ്റ് എന്ന് പറയുമ്പോൾ ക്ലൈമാക്സിലെ സെറ്റ് ആയിരിക്കും. എക്സ്പെൻസീവ് ആയ ലൊക്കേഷൻ ഏതായിരിക്കും? മൂന്നാർ ലൊക്കേഷൻ നമ്മളുടെ എനിക്ക് തോന്നുന്നു ടാറ്റ ആരുടെ ആയിരുന്നു ലൊക്കേഷൻ. അവിടെ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു നമുക്ക് വന്നിരുന്നത്. ഈ സിനിമയെ കുറിച്ച് ഏറ്റവും നെഗറ്റീവ് ക്രിട്ടിക്സ് എന്താണ്? സിനിമയെ കുറിച്ചോ? എനിക്ക് നെഗറ്റീവ് കേൾക്കണ്ട, ഞാനത് കേട്ടിട്ടില്ല. ഏറ്റവും ഗംഭീരമായിട്ട് ഒരു സെലിബ്രിറ്റി കോംപ്ലിമെന്റ് കിട്ടിയത് എന്തായിരിക്കും? ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നത് അവരൊക്കെ വിളിച്ച് ഭയങ്കര എന്നോട് വെൽക്കം ടു ദി ഇൻഡസ്ട്രി വിത്ത് ദ സക്സസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും അവരുടെ ഇടയിലേക്ക് നമ്മൾ പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതായാലും മലയാള സിനിമയിലെ ഒരു പുതിയ എന്തൊരു സന്തോഷം. മലയാള സിനിമയുടെ ഉദിച്ചുയരുന്ന പ്രൊഡ്യൂസറെ എല്ലാവിധ ആശംസകളും ബിസിനസ് രംഗത്തും പ്രൊഡക്ഷൻ രംഗത്തും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.